ദ ഫോർത്ത് മാൻ പാർട്ട് 2, നാലാമനായ ഒരു ദൈവം. നമ്മുടെ കഷ്ടം കൊണ്ടും തീച്ചൂളയിൽ കൂടെ പോകുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവമാണെന്ന് ദാനിയേലിൻ്റെ ബുക്കിൽ നമ്മൾ 3-ാം അധ്യായത്തിൽ നിന്ന് പഠിച്ചെടുത്തത്. ശദ്രക് മേശക് അബേദ്നെഗോയെ തീക്കകത്തിടാൻ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ രൂപത്തിലെ ഒരു വലിയ വിഗ്രഹം അല്ലെങ്കിൽ ബിംബം ഉണ്ടാക്കിയിട്ട് 90 അടി പൊക്കമുള്ള ഒരു വിഗ്രഹം ബിംബം ഉണ്ടാക്കി വെച്ച് 9 അടി വീതിയുള്ളതിനെ ഉണ്ടാക്കി വെച്ച് എല്ലാവരോടും എന്നെ നമസ്കരിക്കണം, രാജാവ് വലിയവനെന്ന് കാണിക്കാൻ വേണ്ടിയാണ്, രാജാവാണ് ദൈവമെന്ന് കാണിക്കാൻ വേണ്ടി ഇതെല്ലാം കാട്ടിക്കൂട്ടുമ്പോൾ എല്ലാ മനുഷ്യരും ഈ വിഗ്രഹത്തിൻ്റെ മുൻപിൽ അവർ തപ്പും കിന്നരവും പിന്നെ കാഹളവും എല്ലാം ഊതുന്ന ഉടനെ എല്ലാവരും കമന്ന് കിടന്ന് രാജാവിനെ പ്രൊസ്ട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമസ്കരിച്ച്. എന്നാൽ ഈ 3 ബാലന്മാർ പറയുന്നു, ഞങ്ങൾ സത്യദൈവത്തിനെ അല്ലാതെ ഞങ്ങൾ വേറെ ആരെയും നമസ്കരിക്കത്തില്ല. കാരണം വചനത്തിനകത്ത് വ്യക്തമായിട്ടും പറയുന്നു, യഹോവയാം ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല, ദൈവത്തെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കരുത്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. സത്യദൈവത്തിനെ ആരാധിക്കുന്ന നമ്മൾ വേറൊരിടത്ത് നിന്ന് നമസ്കരിച്ച് നിൽക്കുന്നത് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്ത് സിമ്പിളായിട്ട് നമ്മൾ ചിന്തിച്ചാൽ, ചെറുപ്പകാലത്ത് ഇപ്പോഴാണെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ട്, നമ്മൾ ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹിച്ച് നിൽക്കുന്നു, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വേറൊരാളുടെ മുഖത്ത് ചെന്ന് അയാളുടെ മുഖത്തോട്ട് നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏത് ഭർത്താവെങ്കിലും കണ്ടാൽ അത് കണ്ടുകൊണ്ട് നിൽക്കുമോ? അല്ല, ഞാൻ ചുമ്മാ പോയി നോക്കി നിൽക്കുന്ന. ഈ അടുത്തിടെ ഒരു പ്രശ്നം ഉണ്ടായി. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ ഭാര്യ അവരുടെ വീട്ടിൽ വന്ന ഒരുത്തനോട് കുറേ നേരം വർത്തമാനം പറഞ്ഞു, ഭർത്താവിൻ്റെ കുറ്റം. അവരല്ലത് പറയുന്നേ, അവരുടെ സങ്കടത്തിൽ അവർ വിളിച്ച് പറഞ്ഞെന്നേ ഉള്ളൂ. പക്ഷേ ആർക്കെങ്കിലും പിടിക്കുമോ? അത് ചിന്തിച്ച് നോക്കിക്ക്. എന്തൊരു ബുദ്ധിഹീനതയല്ലേ നമ്മൾ. അതല്ലേ നമ്മൾ ദൈവത്തോടും ചെയ്യുന്നത്. ജീവനുള്ള ദൈവം തൻ്റെ സ്വന്തം പുത്രനെ തന്ന് അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്ത് കഴിഞ്ഞിട്ട് അവൻ്റെ മുൻപിൽ നോക്കി അവൻ ആരെയെന്ന്, അവൻ്റെ പ്രതിച്ഛായയാണ് എൻ്റെ മുഖത്തോട്ട് വരേണ്ടത്, അവൻ്റെ തേജസ്സാണ് എൻ്റെ മുഖത്തിൽ. ആ തേജസ് വാങ്ങിച്ചേച്ച് നമ്മൾ വേറൊരാളുടെ മുമ്പിൽ പോയി നിൽക്കണോ? വെരി സിമ്പിൾ ഇല്ലേ? ഒരിക്കലും അവരത് ചെയ്തു. 10-ാം നിയമത്തിൽ എന്തുകൊണ്ടാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്? അവർ പറയുന്നു, ശദ്രക് മേശക് അബേദ്നെഗോ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല. അവർ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ രാജാവിൻ്റെ ഈ വിഗ്രഹത്തിന് മുമ്പിൽ മുട്ടുമടക്കത്തില്ല. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അത് അനുവദിച്ചിട്ടില്ല. ആ ഉറപ്പ് രാജാവിനെങ്ങുമില്ലാത്ത ദേഷ്യം വരികയാണ്. അപ്പോൾ എന്ത് പറഞ്ഞു രാജാവ്? ഒരു കാര്യം ചെയ്ത് തീച്ചൂള 7 ഇരട്ടിയായിട്ട് കൂട്ടി തീ കത്തിച്ചു. നമ്മളീ കാണുന്ന പോലെ ഇവിടുത്തെ തീച്ചൂള എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ലോങ് പാത്ത് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ അതിൻ്റെ വലിയൊരു കല്ലുകൊണ്ട് ഇങ്ങനെ മതിൽ പോലെ ഉണ്ടായിട്ട് ഒരു വാതിലും വെച്ച് അതിന് മേൾവശം തുറന്ന് അതിനകത്തോട്ടാണ് ഇതുങ്ങളെ ഇടുന്നത്. ഈ തീക്കകത്തോട്ട് ഇടുക എന്ന് 7 ഇരട്ടി ശക്തിയാണ്. അപ്പോൾ എന്ത് പറ്റി? രാജാവ് ഈ 3 പേരെ കൊണ്ടുപോകാൻ വേണ്ടി രാജാവിൻ്റെ പ്രധാന മന്ത്രിമാരെയോ പ്രധാന ദൂതന്മാരെയോ ഒക്കെ കയറ്റി വെച്ചിരിക്കുന്നത് നമ്മളങ്ങനെ വായിക്കുന്നുണ്ട്. ഇതിനകത്ത് വായിക്കാൻ വേണ്ടിയാണ്. അവൻ തൻ്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട്, ചെറിയ ബലവാനല്ല, മഹാബലവാന്മാരെ ചില പുരുഷന്മാരോട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയാൻ കൽപ്പിച്ചു. രാജാവിന് കോപം സഹിക്കുന്നില്ല. അല്ല, ഇവനാരും ഈ 3 എണ്ണങ്ങൾ നമുക്കെതിരായിട്ട് നിൽക്കുന്നത്? ഇങ്ങനെയല്ലേ നമുക്കും ഉള്ളത്. ഇത് തന്നെയാണ് എസ്തേറിൻ്റെ ബുക്കിലും. ആമാൻ നോക്കുമ്പോൾ ദാ മൊർദെഖായി ഇവിടെ ഇരിക്കുകയാണ്, എല്ലാവരും എഴുന്നേക്കും, ഇവൻ മാത്രം എന്താ എഴുന്നേക്കാത്തത്? ശരിയല്ലേ? നമ്മൾ ഒരു കോർട്ടിൽ ജഡ്ജായിട്ടിരിക്കുമ്പം നമ്മൾ പോകുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വെക്കത്തുള്ളൂ. ഒരാൾ മാത്രം ഇരിക്കുന്നുണ്ട്. എന്താ അവന് കുഴപ്പം നമ്മൾ ചോദിക്കും. എന്താണ് ഒരു കാരണം? പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അവൻ്റെ കാല് ചിലപ്പം കാലൊടിഞ്ഞിരിക്കുന്നതായിട്ട് അവൻ എഴുന്നേക്കുന്നതെന്ന് ചോദിക്കത്തു പോലെയില്ല. നമ്മൾ മനസ്സിലാക്കണം, ദീസ് തിങ്സ് കം ഓട്ടോമാറ്റിക്കലി. ജഡീക ശക്തികൾ കയറി വരും. നമ്മൾ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവൻ ആ പുരുഷന്മാരെ എന്ത് ചെയ്തു? അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോടെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളിലിട്ടു. ഈ 3 പേരെയും ഇവരെ കൂടെ ബന്ധിച്ചിട്ട് തീച്ചൂളിലിട്ടു. കൊണ്ടുപോയവര് തീയുടെ ശക്തി 7 ഇരട്ടി ആയതാൽ കൊണ്ടുപോയവരെ ഉരുകി ചത്തുപോയി തീക്കകത്ത്.
ഞാനത് തന്നെയാണ് പറയുന്നത്. സത്യദൈവത്തെ അറിയുന്ന മക്കൾക്കെതിരായിട്ട് ആര് ശത്രു ഉണ്ടായാലും 7 ഇരട്ടിയായിട്ട് തീ കൂട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമക്കളെ കൊല്ലാനാന്നല്ല, ശത്രുവിനെ ആ തീക്കകത്ത് തന്നെ ഇട്ട് കൊല്ലുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് നിനക്ക് പകരമായിട്ട് ഞാൻ കൂശിനെയും സെബയും തരുമെന്ന് പറയുന്നു. നിനക്ക് പകരമായിട്ട് ഞാൻ ജാതിയെ തരുമെന്ന് പറയുന്നുണ്ട്. സത്യദൈവത്തെ അറിയുന്നവർക്ക്, ജീവനുള്ള ദൈവത്തിൻ്റെ കവചത്തിനകത്ത് നിൽക്കുന്നവർക്ക് കർത്താവ് പറയുന്നു, എന്ത് ശക്തി വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വെളിപ്പെടുത്തും. നമ്മളൊന്നും ചെയ്യണ്ട, ദൈവം വെളിപ്പെടുത്തും. ദാറ്റ് ഈസ് ബെറ്റർ, ഇല്ലേ? പക്ഷെ ശദ്രക് മേശക്ക് അബേദ്നേഗോ അവർക്ക് എന്ത് ചെയ്യാൻ ഒക്കും? സിമ്പിൾ ബോയ്സ്. അവർക്ക് കുറച്ച് വിവേകമുള്ളതുകൊണ്ട് അവർക്ക് കാര്യപ്രാപ്തിയുള്ള ജോലി നല്ലത് കൊടുത്തു. പക്ഷെ അതുകൊണ്ട് അവർക്ക് ഈ മഹാരാജാവിൻ്റെ മുമ്പിൽ, ദുഷ്ടൻ്റെ മുമ്പിൽ നിൽക്കാൻ ഒക്കും? രാജകൽപ്പന കർശനമായിരിക്കൊണ്ട്, അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രകിനെ മേശകിനെ അബേദ്നേഗോനെ എടുത്ത് കൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. അവിടെ നിർത്താം. എന്താ നമ്മൾ ഓർക്കണം, നമുക്കെതിരായിട്ട് വരുന്ന ശത്രു. ഞാൻ പലപ്പോഴും പറയും, ഒരു ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങപ്പുറം അതിൽ കൂടുതൽ ശക്തമായിട്ട് വരുന്നത് എന്താണ്? എന്നോടൊരു ദിവസം അത് പറഞ്ഞ്, സാഹചര്യം നോക്കണ്ട, എൻ്റെ മുഖത്തോട്ട് നോക്കാൻ. സിമ്പിൾ ദൈവം സംസാരിക്കുമെന്ന് ചോദിച്ചാൽ പ്രയാസത്തിൽ അതുപോലെ പ്രയാസിരിക്കുകയാണ് നമ്മൾ ദൈവം ശബ്ദം കേൾക്കുന്നത്. ദൈവം എന്ന് സംസാരിക്കുന്നുണ്ട് എല്ലാവരോടും. പക്ഷെ നമ്മുടെ ഭാരത്തിൻ്റെ ആഴം അനുസരിച്ച് നമ്മൾ ട്യൂൺഡിൻ്റെ ആകും. അയ്യോ ദൈവം, ആരെങ്കിലും എത്ര സ്ത്രീകൾ എൻ്റെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ വിവാഹ കാര്യത്തിൽ, രോഗസൗഖ്യത്തിൻ്റെ, ജോലിയുടെ കാര്യത്തിലൊക്കെ കർത്താവ് വന്ന് എനിക്ക് യെശയ്യാ ഈ വചനം തന്നു. യെശയ്യാ പ്രവാചകൻ പലപ്പോഴും യെശയ്യാ എന്ന് അവർക്ക് കൊടുക്കുന്ന ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ടല്ലോ. ഞാനത് തന്നെ വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് എൻ്റെ മകൻ ജയിച്ചു. ഇങ്ങനെയൊക്കെ വന്നിട്ടിരിക്കുക പറയും. കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷം. ഒറ്റ വാക്യത്തിൽ അവർ പിടിച്ച് നിൽക്കും. അതായിരുന്നു, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി വലുതാണ്. അത് തടസ്സപ്പെടുത്താൻ നിൽക്കുന്ന ദുഷ്ടശക്തിയെ യേശു വെട്ടിമാറ്റുന്ന സമയമായിട്ട് ഇത് കാണണം. അത് ശദ്രക് മേശക് അബേദ്നേഗോനെ കൊണ്ടുപോയവർ കരിഞ്ഞുപോയി. ഇവർക്ക് ഒരു കുഴപ്പം പറ്റില്ല. ഇവരുടെ ചങ്ങലയെല്ലാം പൊട്ടിപ്പോയി. എന്ത് സംഭവിച്ചു? രാജാവ് വന്നിരിക്കും, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത്. അവരെ കെട്ടി ചങ്ങലയ്ക്കകത്ത് കെട്ടിയാണ് ഇടുന്നത്. അവിടെ നിർത്താം നമുക്ക്. എത്ര പേരെന്ന്, എത്ര മക്കളെ ദുഷ്ടശക്തി ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നതെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചു വന്നപ്പോൾ ഒരു കാര്യം കണ്ടതാണ്. ഈ ലാസറസിൻ്റെ കൂട്ട് തല തൊട്ട് കാല് വരെ ടേപ്പ് വെച്ച് കെട്ടി വെച്ചിരിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവർ ജീവിക്കുകയാണ്, പക്ഷെ ദേ ഹാവ് നോ ഹെൽപ്പ്, നോ സ്ട്രെങ്ത്. അങ്ങനെയുള്ള എത്ര പേര് ഈ വചനം കേൾക്കുന്നുണ്ടായിരിക്കും. വചനത്തിൻ്റെ കൂടെ ശക്തി കടന്നു വരും. കർത്താവ് ലാസറസ് എഴുന്നേറ്റ് വന്നപ്പം ആളുകൾ കൂടെ നിൽപ്പുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, അഴിച്ചു കൊടുക്കുകയെന്ന്. ആരാ പറയുന്നത്? യേശുവിൻ്റെ വായിൽ നിന്ന്. അഴിച്ചുവിടവനെ, അഴിച്ചുവിട്. ഞാനും അതന്നെ പറയുന്നത്, അഴിച്ചുവിടവനെ, നിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി അവനെ കർത്താവ് ഒരാളെ അഴിച്ചു വിടാൻ പറഞ്ഞാൽ പിന്നെ വേറെ ശക്തി നിൽക്കുമോ? എൻ്റെ കൂടെ ഒരു സൗദിയിലായിരുന്നപ്പോൾ ഒരു അച്ഛൻ വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ, ഇതൊക്കെ നമ്മൾ ഓരോന്ന് പഠിച്ചെടുക്കുന്നത് ജീവിതത്തിൽ. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കും. ഒത്തിരി ഡെലിവറൻസ് ആവശ്യമുണ്ടാണ്. അവിടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞാലും പള്ളിയില്ല, അച്ഛന്മാരില്ല. അപ്പോൾ അനേകരിങ്ങനെ അങ്ങനെയുള്ളവരുടെ ഇടയ്ക്കിടയ്ക്ക് ദൈവം ഓരോരുത്തരെ വിടുമായിരുന്നു. അപ്പോൾ ഒരച്ഛൻ എൻ്റെ വീട്ടിൽ വന്നു, CSIയിലെ. അദ്ദേഹം ഇങ്ങനെ പലപ്പോഴും ക്ഷീണമാണെന്നില്ല, എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ നല്ല ശക്തിയാണ്. അപ്പോൾ ഞാനൊരു ദിവസം പറഞ്ഞു, അച്ഛൻ എങ്ങനെ എല്ലാവരും ഈ പിശാചിനെ ഫൽസിക്കുന്നത്? വളരെ സാവകാശത്തിൽ ഫൽസിക്കുന്നു എന്ന് പറയുമ്പം പിശാച് അങ്ങ് പോകുമോ? ഞാനെപ്പോഴും ഫൽസിക്കുകയും പിശാചിനെ വയ്ക്കുന്ന വലിയ ശബ്ദത്തിലും ഉറക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. അച്ഛൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെ സാധിക്കും? ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതെ, ഞാനല്ലല്ലോ ചെയ്യുന്നത്. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുമ്പം ആ ദൈവത്തിൻ്റെ ശക്തിയാണ് പറയുന്നത്. അത് ഉറക്കം പറഞ്ഞാലും പയ്യെ പറഞ്ഞാലും ഒരുപോലെ അല്ലേ? ആരാ പറയുന്നതെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ശക്തി. ഇവിടെ രാജാവിൻ്റെ കൽപ്പനയാണ് എല്ലാത്തിനും പിടിച്ച് ജയിലിലിട്ടുന്നത്. ഇവിടെ അവരുടെ തീക്കകത്തിട്ടു. എന്ത് സംഭവിച്ചു? രാജാവ് തന്നെ നോക്കുകയാണ്, ഇവർ കത്തിപ്പോയെന്ന്. കത്തി നോക്കുമ്പം രാജാവിൻ്റെ കണ്ണ് തുറന്നു എന്നാണ്. ഈ തീക്കകത്ത് എങ്ങനെ ഇവരെ കണ്ടു. അപ്പോൾ ആ തീയെക്കാട്ടിലും വലിയൊരു തീ അകത്തുണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടല്ലേ അത് ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. തീക്കകത്ത് അകത്ത് നിൽക്കുന്ന ആളിനെ എങ്ങനെയുണ്ട്. അപ്പോൾ രാജാവിൻ്റെ കണ്ണ് ദൈവം തുറന്നു. നമ്മുടെയൊക്കെ കണ്ണാണ് തുറക്കേണ്ടത്. കഷ്ടത്തിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കണം. രാജാവിൻ്റെ കണ്ണ് തുറന്നിട്ട് പറഞ്ഞിന്, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. വല്ലവരും അല്ല, നമ്മൾ കാണണം. അവർക്കൊരു കോട്ടം തട്ടിയിട്ടില്ല. 4-ാമത്തെ രൂപം ഒരു ദൈവപുത്രനോട് സമീപം ഒത്തിരിക്കുന്നു.
നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂടിൻ്റെ വാതിക്കൽ അടുത്ത് നിന്ന് അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക് മേശക് അബേദ്നെഗോ പുറത്തു വരുവീനെന്ന്. അങ്ങനെ ശദ്രക് മേശക് അബേദ്നെഗോ തീയിൽ നിന്ന് പുറത്തു വന്നു. ഇപ്പോൾ എങ്ങനെയായി? 90 അടി പൊക്കമുള്ള വിഗ്രഹത്തെക്കാട്ടിലും അത്യുന്നതനായ ഒരു ദൈവമുണ്ട് എന്ന് ശദ്രക് മേശക് അബേദ്നെഗോന്റെ വിശ്വസ്തത കാണിച്ചു കൊടുത്തു. ആര് പോകും എനിക്ക് വേണ്ടി, ആര് നിൽക്കും എനിക്ക് വേണ്ടി എന്ന് ദൈവം ചോദിക്കുകയാണ്. അല്പത്തിലെങ്കിലും വിശ്വസ്തത കാണിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വലിയ പരീക്ഷണമൊന്നും തന്നില്ലെങ്കിലും ചെറിയ പരീക്ഷണങ്ങളിലും ജയിക്കാനുള്ള കൃപ തരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നുള്ളതിന് സംശയം. തന്നെ ജയിക്കാമെന്ന് ആരും വിചാരിക്കല്ലേ. വെറുതെ നമ്മൾ മുമ്പിൽ പോയി അടി കൊണ്ടിട്ട് വീണ് കഴിഞ്ഞ് പിന്നെ എഴുന്നേൽക്കണേ എത്ര സമയം എടുക്കുന്നറിയാമോ? അതിലും ബുദ്ധി ദൈവമേ പരീക്ഷയിലെടുത്തരുത് എന്നൊന്ന് പ്രാർത്ഥിക്കാൻ. 2 പരീക്ഷ വന്നാൽ ജയിക്കാമെന്നുള്ള ഉറപ്പും കൂടെ തന്നെ എന്നെ ജയിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം അത് കേൾക്കും. എന്നിട്ട് നെബൂഖദ്നേസറിന് ഇപ്പോൾ ഭയമായി. അത്യുന്നതനായ ഒരു ദൈവമുണ്ടെന്നും ഞാനുണ്ടാക്കിയ വിഗ്രഹത്തെക്കാട്ടിലും എന്നെക്കാട്ടിലും വലിയൊരു ദൈവമുണ്ടെന്നും മനസ്സിലാക്കിയതോടുകൂടി രാജാവിന് വ്യത്യാസം വന്നു. അന്നേരം രാജാവ് എഴുതുന്നത് എന്താണ്? ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. 28 വായിക്കാം. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രകിൻ്റെയും മെശക്കിൻ്റെയും അബേദ്നെഗോയിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. അങ്ങനെ സംഭവിക്കട്ടെ. ഇപ്പോൾ അനേക കുടുംബങ്ങൾക്ക് ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ചു കൊടുക്കപ്പിച്ച ഓരോ അപ്പനമ്മമാർ അവരുടെ മക്കളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന സമയത്ത് ദൈവദൂതൻ കടന്നു ചെന്നിട്ട് ശത്രുവിൻ്റെ ആരവത്തിന് വകവെക്കാതെ തീച്ചൂളയ്ക്കകത്തുനിന്ന് അവരെ രക്ഷിച്ചു കൊണ്ടുവരാൻ ഇതാ ദൈവത്തിൻ്റെ ഓർഡർ അയക്കുകയാണ്. എൻ്റെ കൂടെ പോവുകയാണ് ദൈവം അയച്ച് വിടുവിക്കാൻ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായകൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശത്രുക്കിൻ്റെയും മേശകിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവത്തിന് വിരോധം വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണമായി ശകുനിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഒരു വിധി കൽപ്പിക്കുന്നു. പിന്നെ രാജാവ് ശദ്രക് മേശക് അബേദ്നെഗോവിനെ ബാബേൽ സംസ്ഥാനത്തെ സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. എന്താണ്? ഈ ദൈവത്തിനെതിരെ, അപ്പോൾ ഈ അത്യുന്നതനായ ദൈവത്തിനെതിരായിട്ട് നിങ്ങൾ നിൽക്കുന്നു എങ്കിൽ നിങ്ങളെ തന്നെയല്ല നിങ്ങൾക്കുള്ള സകലത്തിനെ ഞാൻ നശിപ്പിച്ച് ഒരു ചപ്പിൻ്റെ ഒരു കൂമ്പാരമാക്കി മാറ്റുമെന്ന്. എന്താണ്? നിന്ന് ഒരാളുടെ വിശ്വസ്തത. ആരുടെയൊക്കെയോ ഭാരങ്ങൾ അഴിച്ചു തരുന്ന ഒത്തിരി ഭാരത്തിലിരിക്കുന്നവർക്ക് ദൈവം വിടുതൽ തരുന്നതായിട്ട് കാണിക്കും. നമ്മുടെ കുടുംബങ്ങളിലും വിടുതലുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം സത്യമാകിയാൽ ചെന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ട് ഉത്തരവുമായിട്ട് കടന്നു വരട്ടെ. അങ്ങനെ സംഭവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. താവേ, 3 ബാലന്മാർ രാജാവിൻ്റെ കൽപ്പനയ്ക്കെതിരായിട്ട് നിൽക്കാനുള്ള ധൈര്യം നീ ഇട്ടുകൊടുത്തു. തീ 7 ശക്തിയായിട്ട് കൂട്ടിക്കഴിഞ്ഞ് കൊണ്ടുപോയവർ അപ്പോഴേ ചത്തുപോയി, എല്ലാം കരിഞ്ഞുപോയി. എന്നാൽ ഇവർ 3 പേരെ ഇവരുടെ ചങ്ങലകൾ പൊട്ടിച്ച് ആ തീ. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ തലമുറകളുടെ മേലെ തലമുറയായിട്ടുള്ള ചങ്ങലകൾ കെട്ടിപ്പെട്ട അനേക മക്കളുണ്ട്. ഫെമിലിയർ സ്പിരിറ്റ് പൊട്ടിച്ച് കളയണേ അപ്പച്ച. തീയ ഉഗ്രമാകുമ്പോൾ ദുഷ്ടൻ്റെ ചങ്ങലകൾ അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണിരിക്കുന്നു. നമ്മുടെ തലമുറകളെ രക്ഷിക്കുന്നവൻ നീയാണ്. ഈ തലമുറകളുടെ ശാപം എന്നേക്കുമായിട്ട് ഏറ്റുവാങ്ങിയത് ക്രൂശിന്മേലാണ്. അത് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവ്, വിടുതലുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ ഒരു വിടുതൽ അയച്ചിരിക്കുന്നതിന് നന്ദി, സ്തോത്രം കർത്താവ്. നീ അയച്ച് പത്രോസിനെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന നീയല്ലേ അപ്പച്ച. പൗലോസിനെ തീക്കകത്തുനിന്ന് കൊട്ടയ്ക്കകത്ത് രക്ഷിച്ചവൻ നീ അപ്പച്ച. കപ്പലിനകത്ത് വെള്ളത്തിനകത്ത് കിടന്നവനെ രക്ഷിച്ച നീ അപ്പച്ച. അങ്ങനെ ഓരോരുത്തരുടെയും പക്വം നോക്കാൻ. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ചവൻ നീയാ. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷിച്ചവൻ നീ. അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും വന്നപ്പം ജയിപ്പിച്ച ദൈവമെന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പുരുഷ സന്തതികൾക്കൊരു വിടുതൽ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. അവരുടെ വീഴ്ചകളിൽ സഹതാപം തോന്നിയിട്ട് അവരുടെ കുറവുകളെ രക്തത്താലെ കഴുകി പരിഹരിച്ച് വിശുദ്ധരെന്ന് മുടിയനായ പുത്രൻ്റെ തിരിച്ചറിവോടുകൂടി തിരിച്ചു വന്ന് ദൈവത്തിന് യോഗ്യപാത്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നതിന് നന്ദി, സ്തോത്രം. നാഥൻ അത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം.
തലമുറയോട് കരുണ തോന്നിയ ദൈവത്തിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.